കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ് പോലീസ്. ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്ന ജോൺസൺ ആണ് കൊലപാതകം നടത്തിയത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, ഈ കേസിൽ പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതി ഉപയോഗിച്ചു എന്ന് പറയുന്ന വാഹനം അത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തുന്നത്. പിന്നാലെ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ കൊലപാതകം നടത്തിയത് ചെല്ലാനം സ്വദേശിയായിട്ടുള്ള ജോൺസൺ ആണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ജോൺസൺ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആതിരയുടെ അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആതിരയുടെ മൊബൈൽ ഫോൺ വിളിച്ച് ഫോൺ കിട്ടാതിനെ തുടർന്നാണ് അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പോലീസ് ആ നമ്പർ പരിശോധിക്കുകയും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ഈ ജോൺസൺ. എന്തായാലും പെരുമാതുറയിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ CCTV ദൃശ്യങ്ങളൊന്നും, അതായത് ഈ വീട്ടിലെ ഈ സംഭവം നടന്ന കഠിനകുളത്തുള്ള ആതിരയും ഭർത്താവ് രാജീവും താമസിച്ചിട്ടുണ്ടായിരുന്ന ഈ വാടക വീട്ടിനടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും നിലവിൽ ഇയാളുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടുണ്ടായില്ല. ഒപ്പം തന്നെ ആതിരയുടെ ഭർത്താവായിട്ടുള്ള രാജീവിന്റെ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ, അതായത് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ആതിരയുടെ സുഹൃത്തിനെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി സുഹൃത്തിലേക്ക് എത്താൻ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം റൂറൽ SP നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം, പട്ടാപ്പകലാണ് ലക്ഷ്മി ഒരു വീട്ടിനുള്ളിൽ വീട്ടമ്മയെ കുത്തി കൊലപ്പെടുത്തി പ്രതി കടന്നു കളഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് പോലീസിന്റെ അന്വേഷണം ഇയാളിലേക്ക് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിട്ടുള്ള ഇയാളിൽ നിന്ന് പലതവണ ഇത്തരത്തിൽ ആതിരയ്ക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഭർത്താവായിട്ടുള്ള രാജീവ് പുറത്തു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നടക്കം ആതിര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാലാണ് ഈ കാര്യം പോലീസിൽ പരാതിപ്പെടാൻ ഉൾപ്പെടെ മടിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് രാജീവ് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുൾപ്പെടെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രതി ഇത് റെയിൽവേ സ്റ്റേഷൻ, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാഹനം, ഇയാൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന വാഹനം നിർത്തിയിട്ടതായി കാണുന്നത്. അതും പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഹനത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ വാഹനം പോയിട്ടുള്ള വഴികൾ, ഒപ്പം തന്നെ ഈ CCTVകളൊക്കെ ആ പരിസരത്തുള്ളതൊക്കെ പരിശോധിച്ചെങ്കിലും അതിലൊന്നും വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇനി ആ പ്രതിയിലേക്കുള്ള അന്വേഷണമാണ്. അത് ഉടൻ തന്നെ പ്രതിയെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ലക്ഷ്മി, ഈ ജോൺസൺ ചെല്ലാനം സ്വദേശിയാണ്. ഇയാൾ നേരത്തെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് പശ്ചാത്തലമുള്ള ആളാണോ? എന്താണ് പോലീസിൽ നിന്നും ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അഞ്ജു? ലക്ഷ്മി, അതായത് ഈ മരിച്ച ആതിരയുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ സുഹൃത്തായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ റീലുകളൊക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്ന ആളുകളാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഒപ്പം തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള ആതിരയോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ആ സഹായം കിട്ടാതെ വന്നപ്പോൾ ഭീഷണിയായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു പല ഘട്ടത്തിലും എന്നാണ് ഈ മരിച്ച ആതിരയുടെ അമ്മയുൾപ്പെടെ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇതേ മുൻപ് മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഈ ഘട്ടത്തിൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ എന്തായാലും അയാൾ ചെയ്തിട്ടുള്ള കൃത്യം വളരെ ബ്രൂട്ടലായി, അതായത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. കഴുത്തിൽ കത്തി കുത്തിയിറക്കി വലിച്ചു കീറിയ നിലയിലായിരുന്നു ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കട്ടിലിൽ മലർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. അതിലാണ് പോലീസ് നായ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ വീട്ടിന്റെ പുറകുവശത്തുള്ള മതിലിലേക്കാണ് ആദ്യം പോലീസ് നായ ഓടിക്കയറിയത്. അതായത് മതിലിന് തൊട്ടപ്പുറം ഒളിച്ചിരുന്ന നിലയിൽ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. അവിടെ നിന്ന് മതിൽ ചാടിക്കടന്നാണ് വീട്ടിന് അകത്ത് കടന്നിരിക്കുന്നത്. കൊലപാതകം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി എടുത്ത് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഇയാളിലേക്ക് ഊർജിതമാക്കി നടക്കുന്നുണ്ട്. ഇയാൾ കൊല്ലം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന പെരുമാതുറയിലെ വീട് ഉൾപ്പെടെ പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു കഴിഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ലക്ഷ്മി.
അത്യന്തം ക്രൂരമായൊരു കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത്. കഠിനംകുളത്ത് ആതിര എന്ന യുവതിയാണ് കൊലപ്പെടുത്തിയത്. അവരുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്ന ജോൺസൺ ആണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ് ഇപ്പോൾ പോലീസ്. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.